വായനയിലൂടെയും പഠനത്തിലൂടെയും ആർജിച്ചെടുത്ത അറിവ് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നവരാണ് നമ്മുടെ അധ്യാപകർ. എന്നാൽ അധ്യാപനത്തിന് പ്രായത്തിന്റെ അതിർവരമ്പ് ഇല്ല എന്നാണ് ഇടുക്കി നെടുങ്കണ്ടംകാരി അമ്മിണി ജേക്കബ് പറയുന്നത്. 75-ാം വയസ്സിലും നല്ല ചുറുചുറുക്കോടെയാണ് ടീച്ചറമ്മ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. അമ്മിണി ടീച്ചർ അധ്യാപന ജീവിതം തുടങ്ങിയിട്ട് വർഷം 45 കഴിഞ്ഞു. പലവിധ അസുഖങ്ങളാൽ വാർദ്ധക്യകാലം വിശ്രമ ജീവിതമായി മാറുന്ന കാലത്ത് ടീച്ചർ വ്യത്യസ്തയാണ്. 75-ാം വയസ്സിലും ഇംഗ്ലീഷ് അധ്യാപികയായി ക്ലാസുകളിൽ നിന്നും ക്ലാസുകളിലേക്ക് നടന്നു നീങ്ങുകയാണ്. നെടുങ്കണ്ടം SDA ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 1978-ലാണ് പഠിപ്പിക്കാനായി എത്തുന്നത്. സ്ഥാനക്കയറ്റങ്ങൾ പലത് ലഭിച്ചെങ്കിലും തിരസ്കരിച്ചു. 2014-ൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു. പക്ഷേ വീണ്ടും താൽക്കാലിക അടിസ്ഥാനത്തിൽ മടങ്ങിയെത്തി. എനിക്ക് പല പ്രാവശ്യം പ്രിൻസിപ്പലായിട്ടും HM-ആയിട്ടൊക്കെ പ്രൊമോഷൻ വന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പ്രിൻസിപ്പലും ആകണ്ട, HM ആകണ്ട. ഐ വാണ്ട് ടു ഡൈ ആസ് എ ടീച്ചർ. ഞാനൊരു ടീച്ചറായിട്ട് തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. യുവാക്കളെ മാത്രം ജോലിക്ക് തിരയുന്ന കാലത്ത് മാനേജ്മെന്റും വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് ഈ ടീച്ചറിനെ വീണ്ടും ഈ സ്കൂളിലേക്ക് വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പേരൻസിനെ ആവശ്യപ്പെടുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ടീച്ചറിൻ്റെ ഡെഡിക്കേഷനും കുട്ടികളോടുള്ള അർപ്പണ ബോധം പഠിപ്പിക്കണമെന്നുള്ളത് അതിൽ നിന്ന് എത്ര പേർക്കുണ്ടെന്നല്ല. ഒരു ടീച്ചർ ആകുവാൻ ആർക്കും സാധിക്കുമായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ടീച്ചർ ആരാണെന്ന് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും ഞങ്ങൾ ഈ അമ്മിണി മിസ്സിനെ സ്നേഹിക്കുകയും ഞങ്ങളോടുകൂടെ വയ്ക്കുകയും ചെയ്യുന്നത്. സമൂഹ മാധ്യമങ്ങളൊന്നും കുട്ടികളുടെ സ്വന്തം ടീച്ചറമ്മ ഉപയോഗിക്കുന്നില്ല. ഒരു ടീച്ചറായി തന്നെ മരിക്കണമെന്നാണ് അമ്മിണി ടീച്ചറുടെ ആഗ്രഹം. 75-ാം വയസ്സിലും പ്രായം തളർത്താത്ത ആവേശവുമായി അമ്മിണി ടീച്ചറിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഇനിയും ആയിരക്കണക്കിന് ശിഷ്യന്മാരെ സമ്പത്തായി ലഭിക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.